സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ്. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്ത് നിർണായകമായ യോഗമുണ്ട്. അതേസമയം യോഗത്തിൽ കെ സുധാകരനും കെ മുരളീധരനും പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിലും അടിമുടി മാറ്റം വരുമെന്ന് വിവരമുണ്ട്. 10 ജില്ലകളിൽ DCC അധ്യക്ഷന്മാരെ മാറ്റും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കേരളത്തിൽ സമഗ്രമായ ഒരു മാറ്റം വരാൻ പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ആലോചനകൾ വരിക? ഇന്നത്തെ യോഗത്തിൽ സുധാകരനും മുരളീധരനും പങ്കെടുക്കാത്തതിന് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? സ്മൃതി, ഇന്ന് ഏറ്റവും പ്രധാന യോഗമാണ് AICC ആസ്ഥാനത്ത് വൈകിട്ട് 4-ന് നടക്കുന്നത്. കാരണം സംസ്ഥാന കോൺഗ്രസിൽ പുതിയ നേതൃത്വം എത്തി. ആ നേതൃത്വം ഇനി പാർട്ടി പുനഃസംഘടന പൂർത്തിയാക്കണം. അതുകൊണ്ട് DCC KPCC പുനഃസംഘടനയുടെ പ്രാരംഭ ചർച്ചകളാണ് ഇന്ന് AICC ആസ്ഥാനത്ത് നടക്കുന്നത്. അത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിൽ സംസ്ഥാന കോൺഗ്രസിൽ ഐക്യത്തിൻ്റെ കാഹളം മുഴക്കുക എന്ന ലക്ഷ്യം കൂടി നേതൃത്വത്തിനുണ്ട്. അതിന് പിന്നാലെ മറ്റു പുനഃസംഘടനാ ചർച്ചകൾ കൂടി നടത്തി അവിടെ നിന്ന് പിരിഞ്ഞ് 2 ആഴ്ച തന്നെ പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുക എന്ന ഒരു നീക്കമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതിനിടയിലാണ് ഇന്ന് വിളിച്ച ആ യോഗത്തിലേക്ക് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരനും മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ വിട്ടുനിൽക്കുന്നത്. നേരത്തെ തന്നെ VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കാനുള്ള അസൗകര്യം ദീപദാസ് മുൻഷിയെ അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കെ സുധാകരനും കെ മുരളീധരനും അങ്ങനെ ഒരു അറിയിപ്പ് നേതൃത്വത്തിന് നൽകിയതായി വിവരമില്ല. ഏതായാലും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന യോഗത്തിൽ വിട്ടുനിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വിശദീകരിച്ചില്ലെങ്കിലും നേരത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ചില നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് കെ മുരളീധരൻ. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷും ഇന്നലെ